നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ലൈൻ ഇൻ്റഗ്രൽസ്. ലൈൻ ഇൻ്റഗ്രൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പം ഇപ്പോൾ ഒരു കേർവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഒരു കേർവ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ കർവിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഒരു എഫ് എന്ന് പറയുന്ന വെക്ടറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വിചാരിക്കുക. അതായത് ഓവർ ദ കേർവ് സിയിൽ എൻ്റെ എഫിൻ്റെ വാല്യൂ എന്താണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കേർവ് റെപ്രസെന്റ് ചെയ്യുന്നു. ആ കേർവിന്റെ മുകളിലൂടെ അലോങ് ദിസ് കേർവ്, അപ്പം ഇതിലൂടെ ഉള്ള ഇന്റഗ്രേഷനെ പറയുന്ന പേരാണ് ലൈൻ ഇന്റഗ്രൽ. ആൻഡ് ഒരു വെക്ടർ നമ്മൾ എടുക്കുകയാണ് വിച്ച് ഇസ് എഫ്. ഈ എഫിന്റെ വാല്യൂ അലോങ് സി കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റഗ്രൽ ഓവർ ദ കേർവ് സി എഫ് ഡോട്ട് ഡി ആർ എന്നായിരിക്കും. ഓക്കെ, ഡി ആർ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തരും പൊസിഷൻ വെക്ടർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ തനിയെ എക്സിന്റെയും വൈയുടെ റിലേഷൻ അനുസരിച്ച് നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അഗൈൻ അത് ഡി ആർ എന്ന് പറയുന്നത് വെക്ടർ ആയിരിക്കും. ഇതിനെ വേറൊരു രീതിയിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഡോട്ട് ആറിന് ഇൻ ടേംസ് ഓഫ് ടിയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പാരാമട്രൈസേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നായിരിക്കും നമ്മളവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പം കേർവ് ഇൻ ടേംസ് ഓഫ് ടിയിലേക്കൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. ടിയുടെ ലിമിറ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. ഇനി ഈ വാല്യൂ എന്തായാലും ഒരു സ്കേലാർ വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു സ്കേലാർ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് അലോങ് സി. അപ്പം ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇതൊരു സ്കേലാർ വാല്യൂ ആയിരിക്കും. ഇതിനെ നമ്മൾ ടാൻജൻഷ്യൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് അലോങ് സി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അലോങ് സി, സി കേർവ് ആണ്. ഓക്കെ, അലോങ് സി എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് എഫ് എന്ന് പറയുന്ന വെക്ടർ ആണെന്നറിയാം. അതുപോലെ ഈ ആർ എന്ന് പറയുന്നത് വെക്ടർ ആണ്. രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാം ഓവർ ദ കേർവ് സിയിൽ. ഇനി വേറൊരു വർക്ക് ഡൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ വർക്ക് ഡൺ ആയാലും സർക്കുലേഷൻ ആയാലും ഒക്കെ സെയിം ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ലൈൻ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ ഇല്ലേ, അതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആയാലും ഇപ്പം സർക്കുലേഷന്റെ ഇക്വേഷൻ ചോദിച്ചാലും, അല്ലെങ്കിൽ എഫ് അലോങ് സി എന്ന് പറയുന്ന കേർവ് ചോദിച്ചാലും ഒക്കെ സെയിം ഇക്വേഷൻ ആണ്, വിച്ച് ഇസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നായിരിക്കും നമുക്ക് ഇക്വേഷൻ വരുന്നുണ്ടാവുക. അപ്പം അതിനനുസരിച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എഫ് എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 3xy മൈനസ് വൈ സ്ക്വയർ ജെ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള എഫ്. ഇവാലുവേറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പം സ്മോൾ ലെറ്റർ ഡി ആറും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആറും ഇവിടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വേർ സി എന്ന് പറയുന്ന കേർവിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യണം അല്ലേ, എന്നാലല്ലേ അലോങ് ദ കേർവ്സിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സി എന്ന് പറയുന്നത് ഒരു ആർക്കാണ്, ആർക്ക് ഓഫ് ദ പരാബോള. പരാബോളയിലെ ഒരു ആർക്കായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. y is equal to 2x square ആണ്. ഫ്രം 0 0 to 1 2. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷനിലുള്ള പരാബോള ഇങ്ങനെ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പരാബോളയുടെ 0 0 തൊട്ട് 1 2 വരെയുള്ള പോർഷൻ, ഈ ഒരു പോർഷനിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും പോർഷൻ പരാബോള അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും പോർഷനിലുള്ള എൻ്റെ ഫംഗ്ഷന്റെ വാല്യൂ വെക്ടറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിന്റെ എഫ് വാല്യൂ അലോങ് ദിസ് കർവ് സി. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പാരാമട്രൈസേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ സൊല്യൂഷനിൽ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അപ്പോൾ y is equal to
2x² എന്ന് പറയുന്ന പരാബോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പാരാമീറ്ററൈസേഷൻ എങ്ങനെ കൊടുക്കാന്നറിയോ? പാരാമീറ്ററൈസേഷൻ കൊടുത്തിട്ട് അതിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റിയെടുക്കുന്നതായിരിക്കും നമ്മുടെ R വെക്ടർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ എക്സിന് പാരാമീറ്ററൈസേഷൻ കൊടുക്കാം ജസ്റ്റ്. ഓക്കെ, അപ്പം വൈ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 2x² ആണ്, 2t² എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് പാരാമീറ്ററൈസേഷൻ കിട്ടി. പാരാമീറ്ററൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് R(t) എന്ന് പറയുന്ന വെക്ടർ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. R(t) എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും? x in terms of ti plus y in terms of tj. ഈ z ഉണ്ടോ? z ഇവിടെ കാണുന്നില്ല. അപ്പൊ z നെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ആറിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് dr ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഈ കർവിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കർവ് എവിടെ നിന്നിട്ട് എവിടെ വരെയാണ് മൂവ് ചെയ്യുന്നത്? കർവിന്റെ ഈ പോയിന്റ്സ് XY കോർഡിനേറ്റ് ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. 0 നിന്ന് 1 2 മൂവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? x0 എടുക്കുന്ന സമയത്ത് y is equal to x0 എടുക്കുന്ന സമയത്ത് y is equal to 2x² ആണ്. സോ 2 into 0² which is 0. അത് ഓക്കെ ആണ്. ഇവിടെ x equal to 1 എടുക്കുന്ന സമയത്ത് y എന്ന് പറയുന്നത് 2x², അതായത് 2 into 1² which is 2 എന്നായിരിക്കും കിട്ടുന്നത്. അത് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ ഈ പാരാമീറ്ററൈസേഷൻ കൊടുത്തിട്ടില്ലേ, അതിനനുസരിച്ച് തന്നെ മാറ്റി എഴുതണം. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ നമ്മൾ ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതായത് ഈ കോർഡിനേറ്റിൽ എക്സ് കോർഡിനേറ്റിനെ മാത്രം നോക്കിയാൽ മതി. എക്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് വൈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാല്യൂ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് ടി വാല്യൂ എന്ത് വരും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ടി വാല്യൂ എന്തായിരിക്കും വരുന്നുണ്ടാവുക? എക്സ് നമ്മൾ എന്താണോ എടുത്തിട്ടുള്ളത് ആ വാല്യൂ നമ്മൾ ടീന് അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മള് x ഈക്വൽ ടു ടി എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം x ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ 0 ആയിരിക്കും. അടുത്തത് x ഈക്വൽ ടു 1 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം x ഈക്വൽ ടു ടി ആണ് അല്ലെ. അപ്പം ടി എന്ന് പറയുന്നത് എന്ത് വരും? 1 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പൊസിഷൻ വെക്ടർ R(t) ജസ്റ്റ് x(t) ആയി പ്ലസ് y(t) ചെയ്യുന്നു മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം x ഈക്വൽ ടു ടി ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ y എന്തായിരുന്നു? 2x² ആയിരുന്നു. 2 into x കാണുന്നിടത്ത് t കൊടുത്ത് 2t² എന്നായിരിക്കും വരിക. അപ്പൊ R(t) എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? R(t) എന്ന് പറയുന്നത് x(t) i പ്ലസ് y(t) ചെയ്യുന്നതാണ് നമ്മൾക്ക് എഴുതി കൊടുക്കണം. x(t) x in terms of t എന്താ എഴുതിയിട്ടുള്ളത്? t ആണ് എഴുതിയിട്ടുള്ളത്. then i ഇട്ട് കൊടുത്തു പ്ലസ് y in terms of t യിൽ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 2t² ആണ്. then j ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം r എന്താന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഇക്വേഷൻ അനുസരിച്ച് dr/dt ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. dr/dt ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ടിയുടെ ഡെറിവേറ്റീവ് 1i പ്ലസ് 2 is കോൺസ്റ്റന്റ്, t² ഡെറിവേറ്റീവ് 2tj എന്നായിരിക്കും വരുന്നത്. സോ 1i പ്ലസ് 4tj എന്നായിരിക്കും നമുക്ക് dr/dt കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് dr/dt ഇൻറ്റു dt ആണ് അല്ലെ. അതിലിനി എഫ് നോക്കുന്ന സമയത്ത് എഫ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സിന്റെയും വൈയുടെയും ടേമിലല്ലേ. ഇതിനെ ഇനി ടിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. എല്ലാവരെയും ടി ആക്കി മാറ്റണം. എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 3xy i മൈനസ് y²j എന്നാണ്. അതിൽ 3 into x കാണുന്നിടത്ത് t, y കാണുന്നിടത്ത് 2t² i മൈനസ് y എന്ന് പറയുന്നത് 2t² ആണ്. അതിന്റെ സ്ക്വയർ j. ഓക്കെ, അപ്പം 3 into 2 6 വരും. t into t² t³ i എന്നൊക്കെ വരും. മൈനസ് 2ന്റെ സ്ക്വയർ 4, t² സ്ക്വയർ t⁴j എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? എഫും dr നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഞാൻ ഇവിടെ തന്നെ അത് ചെയ്ത് നോക്കുവാണ്. ലിമിറ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എഫും dr തമ്മിൽ ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം.
fs 6t cube I ഞാൻ ഇവിടെ എഴുതിയില്ല f dot dr by dt which is equal to t cube I minus 4t raised to 4j dot dr by dt is 1I plus 4tj ആണ് നമുക്കുള്ളത്. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുക? കറസ്പോണ്ടിങ് ith കമ്പോണൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ 6 ഇൻറ്റു ടി ക്യൂബ് 6t ക്യൂബ് ഇൻറ്റു 1. സോ 6t ക്യൂബ്. ഇനി ഐ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇനി അടുത്തത് ജെ കമ്പോണൻസ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ജെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. സോ മൈനസ് ആയിരിക്കും വരുന്നുണ്ടാവുക. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 വരും. ടി റേസ് ടു 4ഉം ടിയും ടി റേസ് ടു 5 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇൻ്റഗ്രേഷനിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ മൂവിങ് ഫ്രം ഓവർ ദ സി അല്ലേ, സി എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടി വേരീസ് ഫ്രം. അപ്പം നമുക്ക് എഴുതി നോക്കാം. integral over c f dot dr by dt into dt which is equal to നമ്മൾ ടിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് ടിയുടെ ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. f dot dr by dt എന്ന് പറയുന്നത് 6t ക്യൂബ് മൈനസ് 16t raised to 5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള dt കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയില്ലേ, 6 കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ വെച്ചു. ടി ക്യൂബിന്റെ ഇന്റഗ്രേഷൻ ടി റേസ് ടു 4/4 മൈനസ് 16 is constant. ടി റേസ് ടു 5ന്റെ ഇന്റഗ്രേഷൻ ടി റേസ് ടു 6/6 ആൻഡ് ടി വേരീസ് ഫ്രം 0 to 1 ആണ്. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് 3 ടൈംസ്, ഇത് 2 ടൈംസ്, പിന്നെ ഇത് 8 ടൈംസ് ആൻഡ് ഇത് 3 ടൈംസ്. അപ്പോൾ നമുക്ക് 3/2 t raised to 4 minus 8/3 t raised to 6 and t varies from 0 to 1 എന്നും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് നോക്കാം. 3/2 ആദ്യം ഞാൻ ഫുള്ളി അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും. സോ 1 raised to 4 minus 8/3 1 raised to 6 മൈനസ് ഇനി ലോവർ ലിമിറ്റ് ഇടുമ്പോൾ എന്താ വരിക? 3/2 into 0 raised to 4 minus 8/3 into t raised to 0 raised to 6 എന്ന് വരും. അപ്പോൾ ഈ മൊത്തം ടേം അങ്ങ് 0 ആയി പൊക്കോളും. ഇനി ഇവിടെ ആകെപ്പാടെ വരുന്നത് ഒരു 3/2 into 1ന്റെ ഏത് ഓരോ വന്നാലും 1. അപ്പോൾ 3/2 minus 8/3 എന്നായിരിക്കും വരുന്നുണ്ടാവുക. 3/2 minus 8/3. അപ്പം ഇത് 9 minus 16/6 എന്നൊക്കെ വരും. ആൻഡ് ഇറ്റ് ഇസ് minus 7/6 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. അതിന്റെ സെയിം പോലെ തന്നെ ഓവർ ദ സർക്കുലർ പാത്തിലുള്ള ലൈൻ ഇന്റഗ്രലിന്റെ ഫോമിലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു സർക്കുലർ പാത്താണ് തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സർക്കുലർ പാത്താണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം അതിന്റെ പാരാമീറ്ററൈസേഷൻ എങ്ങനെ വരികയാണ്. സാധാരണ രീതിയിൽ x² + y² = r² ആണെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ പാരാമീറ്ററൈസേഷൻ എടുക്കാറുള്ളത്? x is equal to r cos theta and y is equal to r sin theta എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാരാമീറ്ററൈസേഷൻ എടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ തീറ്റ അല്ല ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതുപോലെ ആറിന്റെ സ്ഥലത്ത് ഇവിടെ നമുക്ക് എ ആണ് തന്നിട്ടുള്ളത്. സോ എക്സ് ക്യാൻ ബി ടേക്കൺ ആസ് എ കോസ് ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി ആൻഡ് സർക്കുലർ പാത്ത് ആയതുകൊണ്ട് തന്നെ ടി വേരീസ് ഫ്രം 0 to 2π ആയിരിക്കും. ഓക്കെ, അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി z is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ z ആക്സിസിനെ പറ്റി അല്ലെങ്കിൽ z കമ്പോണന്റിനെ പറ്റി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്റഗ്രൽ ഓവർ സി ഇത് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് എഫ് ചെയ്തതിന് ശേഷം എഫ് ഡോട്ട് ഡി ആർ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ടിയുടെ വേരിയേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. എഫ് എന്ന് പറയുന്നത് സൈൻ വൈ ഐ പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ജെ എന്നാണ് ഡോട്ട്. ഇനി ഡി ആർ വേണം അല്ലേ. ഡി ആർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആർ വെക്ടർ എങ്ങനെ എടുക്കുന്നത്? എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇൻ ടേംസ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി എന്നൊക്കെ വരും.
അപ്പൊ ഇവിടെ ഡി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജി എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജി എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. സി ഇന്റഗ്രൽ ഓവർ സി ith കമ്പോണന്റ് തമ്മിൽ പ്രോഡക്റ്റ് എടുക്കും. അപ്പം സൈൻ വൈ ഡി എക്സ് പിന്നെ jth കമ്പോണന്റ് തമ്മിൽ പ്രോഡക്റ്റ് എടുക്കും. എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ഡി വൈ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകും. ഇനി ഈ ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. അപ്പം നമുക്ക് ഇന്റഗ്രൽ ഓവർ സി സൈൻ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് എക്സ് കോസ് വൈ ഡി വൈ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമ്മൾ അപ്പം ഡെറിവേറ്റീവ് വരുന്ന ആൾക്കാരെ നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ പോവാണ്. അതായത് ഇവിടെ സാധാ ഒരു ഡെറിവേറ്റീവിന്റെ ഒരു ഇതല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യാൻ പറയും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അവിടെ വൈ ആദ്യം നമ്മൾ എക്സിൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യും, ദെൻ വൈയിലുള്ള ഡെറിവേറ്റീവ് എടുക്കും. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വൈ ഡി എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതി കൊടുക്കുന്നത്. വേറെ ഒരു നോക്കാം. ഡി ഓഫ് 2x² വൈ ആണെങ്കിൽ അപ്പം നമ്മൾ 2 കോൺസ്റ്റന്റ് ആണ്, y കോൺസ്റ്റന്റ് ആണ്. ആദ്യം എക്സിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x² ഡെറിവേറ്റീവ് 2x dx പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുന്ന സമയത്ത് 2 കോൺസ്റ്റന്റ് ആണ്, x² കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് dy ആയിട്ട് എടുക്കുക. ഇനി ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് 4xy dx പ്ലസ് 2x² dy എന്ന് എഴുതി കൊടുക്കും. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഡി എക്സ് ടേം, ഈ ഡി വൈ ടേം ആയിരിക്കും ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നുള്ളത്. ബിക്കോസ് ഇവിടെ സൈൻ വൈ എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് പോലെ വരുന്നത് കോസ് വൈ അങ്ങനത്തെ ടേംസ് ആയതുകൊണ്ട് കേട്ടോ. ഇന്റഗ്രൽ ഓവർ സി ഞാൻ ഗ്രൂപ്പ് ചെയ്തു. കോസ് വൈ ഡി വൈ ഇവർ ഗ്രൂപ്പ് ചെയ്തു. അടുത്ത ആളെന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അതിനൊറ്റയ്ക്ക് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തെടുത്തോളാം, അങ്ങനെയാണ്. അപ്പം ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി. ഇവിടെ നോക്കിയേ, വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എസ് ഡി എക്സ്. ഇവിടെ വന്ന് നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വൈ ടേം അങ്ങനെ തന്നെ വെക്കും, നമുക്ക് വൈ ടേം കിട്ടും. അടുത്തതില് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എക്സ് ടേം അങ്ങനെ തന്നെ കിടക്കുന്നത്. സോ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഈ കാണുന്നത്, അത് തന്നെയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം ഈ ആൻസർ നമുക്ക് കിട്ടണം. അപ്പൊ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ആരൊക്കെയാണ് വരുന്നത്? അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും 4x ആണ് വരുന്നത്, 4xy ആണ് ഡി എക്സിന്റെ കൂടെ വരുന്ന ടേം. y എന്ന് പറയുന്ന ടേം എന്തായാലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ 4xൽ മാത്രമാണ് ഡൗട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ dy യുടെ അടുത്തോട്ട് പോവാം. അപ്പൊ dy യുടെ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഇവിടെ y കോർഡിനേറ്റ് വൈയുടെ ആൾക്കാരൊന്നുമില്ല, ജസ്റ്റ് dy ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെ അങ്ങനെ തന്നെ വെക്കാം, 2x² എന്ന് പറഞ്ഞ് വെക്കാം. അപ്പൊ അത് സെയിം സാധനമല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡി എക്സിന്റെ കൂടെ കിടക്കുന്ന വൈ ടേം ഏതാണോ അതിനെ നമ്മൾ സൈൻ വൈ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഡി വൈയുടെ കൂടെ കിടക്കുന്ന എക്സ് ടേം ഏതാണോ അതിനങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ എക്സ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് ആണോ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം സൈൻ വൈ ആദ്യം നമ്മൾ ഡി എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് സൈൻ വൈ ഈസ് കോൺസ്റ്റന്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് പ്ലസ് ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഇസ് കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ വയ്ക്കുക. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് ഇസ് കോസ് വൈ ദെൻ ഡി വൈ. ഇതാണോ അവിടെ വന്നിട്ടുള്ളത്? അതെ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ജസ്റ്റ് കാണുന്ന ആൾക്കാരെയാണ് പിടിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് എക്സ് സൈൻ വൈ എന്ന് പറയുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് ആണ്. പ്ലസ് ഇനി ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു ഇങ്ങനെ.
ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രേഷനും ഡെറിവേഷനും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ് സൈൻ വൈ ഓവർ ദ കർവ് സി നമുക്ക് കിട്ടും. പ്ലസ് ഇവിടെ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എക്സിന് ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് എക്സിന് നമ്മൾ എന്താണ് പാരാമീറ്ററൈസേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. എക്സിന്റെ പാരാമീറ്ററൈസേഷൻ എ കോസ് ടി ആണ്. സോ എ കോസ് ടി എന്ന് എടുക്കാം. ഇനി അടുത്തത് ടേം എന്താണ്, ഡി വൈ എന്ന് പറയുന്ന ടേം ആണല്ലേ. അപ്പൊ വൈ എന്ന് പറയുന്നത് എ സൈൻ ടി ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഡി വൈ എന്ത് എഴുതാമെന്നറിയോ? ഇതിന് ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. എ ഇസ് കോൺസ്റ്റന്റ്, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി, ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഡി വൈ എന്ന് പറയുന്നത് എ കോസ് ടി ഡി ടി ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എ കോസ് ടി 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 എന്നായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇവിടെ ടിയുടെ ലിമിറ്റ് ആണ് കൊടുക്കുന്നത് 0 to 2π. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. എക്സ് സൈൻ വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ നമ്മൾ എഴുതിയത്, എ കോസ് ടി ആണ്. പിന്നെ സൈൻ വൈ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം സൈൻ വൈ എന്താ നമ്മൾ എടുത്തിട്ടുള്ളത്, എ കോസ് ടി എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓവർ ദ കർവ് എന്ന് പറയുമ്പോൾ ഇനി എല്ലാവരും ടിയുടെ ടേംസിലായതുകൊണ്ട് ടിയുടെ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് എയും എയും കോൺസ്റ്റന്റ് ആണ്. സോ എ സ്ക്വയർ ഫോം ചെയ്യും. ഇവിടെ പ്ലസ് ആണ്, പ്ലസ് എ സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റഗ്രേഷൻ ടി വേരീസ് ഫ്രം 0 to 2π കോസ് സ്ക്വയർ ടി ഡി ടി. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ് കോസ് സ്ക്വയർ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റണം എന്നൊക്കെ. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇത് കാണുന്നിടത്ത് തന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതുപോലത്തെ ഒരാളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്ടർ ഇന്റഗ്രേഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എ കോസ് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കാം 2π സൈൻ ഓഫ് എ 1 സെക്കൻഡ്. ഇവിടെ നമ്മൾ വൈ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വൈ എന്ന് പറയുന്നത് എ സൈൻ ടി ആണ്. സൈൻ ടി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം എ സൈൻ 2π അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു എ കോസ് ടി കാണുന്നിടത്ത് ലോവർ ലിമിറ്റ് സൈൻ എ സൈൻ 0. ഓക്കെ, തീർത്തു. പ്ലസ് എ സ്ക്വയർ. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ട്രാൻസ്ഫോം ചെയ്യണം. ടി ഫ്രം 0 to 2π കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. തീറ്റ അല്ല, ഇവിടെ ടി ആണ് കേട്ടോ. ടി ഡി ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വാല്യൂസും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് സൈൻ 2π 0 വരില്ലേ, എ ഇൻറ്റു 0 0 ആണ്. ഓക്കെ, ഇനി അപ്പം ഇത് സൈൻ 0 ആയിട്ട് മാറി. സൈൻ 0ന്റെ വാല്യൂ ആണ് 0. കോസ് 2π എന്ന് പറയുന്നത് 1. ഇത് എ ഇൻറ്റു 1 ഇൻറ്റു 0 0 ആയിട്ട് പോയില്ലേ. ഈ ടേം മൊത്തത്തിലാണ് 0. ഇനി ഇവിടെ എ ഉണ്ട്, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി സൈൻ 0 എന്താ 0 ആണ്. എ ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വന്നു. ഇനി ഇപ്പൊ ഇത് മൊത്തത്തില് സൈൻ 0 ആയിട്ട് മാറി. സൈൻ 0 എന്താ 0. അപ്പം എ ഇൻറ്റു 1 ഇൻറ്റു 0 ഇതും 0 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഈ രണ്ട് ടേംസ് നോക്കണ്ടേ. ഇനി ഇവരെ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എ സ്ക്വയർ ഇവിടെ ഈ 2നെ എടുത്ത് ഞാൻ പുറത്തോട്ട് വെച്ചു. ഇനി ബാക്കി ഇവിടെ 1 ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. 1ന്റെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ടി വന്നു. കോസ് 2tയുടെ ഇന്റഗ്രേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സൈൻ 2t/2 ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് 0 to 2π ആയിരിക്കും നമുക്ക് വാല്യൂസ് വരുന്നത്. ഇനി ദിസ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ ബൈ 2. ഞാൻ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. 2π പ്ലസ് സൈൻ 2 ഇൻറ്റു 2π/2 അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സൈൻ 0 ആയതുകൊണ്ട് എല്ലാം 0 ആയിട്ട് പൊക്കോളും. ഇത് 0 ആണ്. സൈൻ 2 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വരും. സൈൻ 0 0 വരും. ഇത് മൊത്തത്തിൽ അങ്ങ് പോയി. ഇനി ഇവിടെ സൈൻ 4π അഗെയിൻ അത് 0 ആണ്. അപ്പോൾ ഇവിടെ ആകെപ്പാടെ നമുക്ക് 2π മാത്രമാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് പോയിട്ട് പൈ എ സ്ക്വയർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പ്രോബ്ലം
എഫ് ഈക്വൽ ടു ഈ ഒരു വെക്ടർ ആണ്, ഇത്തിരി ഫീൽഡ് ആണ്, എഫ് ക്രോസ് ഡി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാരാമീറ്ററൈസേഷൻ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എഫ് ക്രോസ് ഡി ആറിനെ പറ്റി ചിന്തിക്കണം അല്ലെ. അപ്പം ആദ്യം തന്നെ ആർ എന്ന് പറയാം, നമുക്ക് ആ എക്സിലൊക്കെ ചെയ്തതിന് ശേഷം, എക്സ് വൈ സെഡിൽ എടുത്തതിന് ശേഷം മാത്രം പിന്നെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം പാരാമീറ്ററൈസേഷൻ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പാരാമീറ്ററൈസേഷൻ എഴുതുമ്പോൾ തന്നെ ഒരു വലിയ ഫോം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ആർ എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എക്സ് ഐ പ്ലസ് വൈ ജെ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് സെഡ് കെ, ഓക്കെ സെഡ് ഉണ്ട്, വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഡി എക്സ് ഐ എന്നായിരിക്കും, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ജെ എന്നായിരിക്കും, ആൻഡ് സെഡിന്റെ ഡെറിവേറ്റീവ് ഡി സെഡ് കെ എന്നായിരിക്കും എഴുതി കൊടുക്കുന്നത്. ഇനി എഫ് ക്രോസ് ഡി ആർ ആണ് നമുക്ക് ആവശ്യം അല്ലെ. അപ്പം നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഐ ജെക്ക് ഫസ്റ്റ് എഴുതിയ വെക്ടർ എന്താണ്? എഫ് ആണ്. എഫിന്റെ ഐ കമ്പോണന്റ് എസ് ടു വൈ, ജെ കമ്പോണന്റ് എസ് മൈനസ് സെഡ് ആൻഡ് കെ കമ്പോണന്റ് എസ് എക്സ് ആണ്. അടുത്തത് ഡി ആർ വെക്ടർ ആണ്. ഡി ആർ വെക്ടറിന്റെ ith കമ്പോണന്റ് എസ് ഡി എക്സ്, ദെൻ ഡി വൈ, ദെൻ ഡി സെഡ്. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഐ എടുത്തു, കറസ്പോണ്ടിങ് റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സെഡ് ഡി സെഡ് മൈനസ് എക്സ് ഡി വൈ എന്നായിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ നമുക്കൊരു മൈനസ് ജെ വരും. എന്നിട്ട് ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2y dz മൈനസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. പ്ലസ് കെ ഇൻറ്റു കെ കട്ട് ചെയ്ത് കളയുമ്പോൾ കറസ്പോണ്ടിങ് റോ ആൻഡ് കോളം കളഞ്ഞാൽ 2y dy മൈനസ് മൈനസ് സെഡ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇതൊന്നും തമ്മിൽ പ്ലസ് ആയിട്ട് പോകും. അപ്പം ഇവിടെ ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എക്സും വൈയും സെഡും കാണുന്നിടത്തൊക്കെ നമുക്കൊന്ന് ഈ പാരാമീറ്ററൈസേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂ ഇതാണ്, വൈയുടെ പാരാമീറ്ററൈസേഷൻ, സെഡിന്റെ പാരാമീറ്ററൈസേഷൻ. കൂടാതെ തന്നെ നമുക്ക് ഡി വൈ ആവശ്യമുണ്ട്, ഡി സെഡ് ആവശ്യമുണ്ട്, ഡി എക്സ് ആവശ്യമുണ്ട്. എക്സ് എന്ന് പറയുന്നത് കോസ് ടി ആണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് ടിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി, മൈനസ് സൈൻ ടി ഡി ടി ആയിരിക്കും. ഇനി y എന്ന് പറയുന്നത് സൈൻ ടി ആണെങ്കിൽ നമുക്ക് ഡി വൈ കണ്ടുപിടിക്കാനുണ്ട്, വിച്ച് ഇസ് കോസ് ടി ഡി ടി എന്നായിരിക്കും നമുക്ക് വരിക. ഇനി z is equal to 2 cos t ആണെങ്കിൽ dz എന്ന് പറയുന്നത് നമുക്ക് 2 into cos t യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഡി ടി, അതായത് മൈനസ് 2 സൈൻ ടി ഡി ടി എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇനി ഈ കിട്ടിയിട്ടുള്ള എല്ലാ വാല്യൂസും ഇവിടെ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഐ ഇൻറ്റു മൈനസ് സെഡ് എന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ സെഡ് നമ്മൾ എന്താണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ തന്നിട്ടുള്ളത്? 2 cos t എന്നാണ് തന്നിട്ടുള്ളത്, 2 cos t. പിന്നെ ഡി സെഡ് ആവശ്യമുണ്ട്, ഡി സെഡ് എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ ടി ഡി ടി ആണ്, മൈനസ് 2 സൈൻ ടി ഡി ടി. പിന്നെ മൈനസ് എക്സ് ഡി വൈ ആണ്. അപ്പം മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് ടി എന്നാണ് തന്നിട്ടുള്ളത്, ഡി വൈ എന്ന് പറയുന്നത് കോസ് ടി ഡി ടി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഗൈൻ കോസ് ടി ഡി ടി വന്നു. അപ്പം ആകെ നമ്മൾ ith കമ്പോണന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, ഇനിയും jth കമ്പോണന്റ് ഒക്കെ ഉണ്ട്. സോ മൈനസ് ജെ 2y dz, 2y എന്ന് പറയുന്നത് സൈൻ ടി, ഡി സെഡ് പിന്നെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. 2 ഇൻറ്റു y എന്ന് പറയുന്നത് സൈൻ ടി ആൻഡ് ഡി സെഡ് എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ ടി ഡി ടി എന്നായിരിക്കും. ഓക്കെ, അതാണ് മൈനസ് എക്സ് ഡി എക്സ്. എക്സ് എന്ന് പറയുന്നത് കോസ് ടി ആണ്, പിന്നെ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഡി ടി ആണ്. അപ്പം ഒരിക്കലും പ്ലസ് ആണ്, മൈനസ് ആണ്. മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് ടി മൈനസ് സൈൻ ടി ഡി ടി. ഓക്കെ, ഇനി നമുക്കൊരു പ്ലസ് കെ ഉണ്ട്, കെ 2y dy. ഓക്കെ, 2y എന്ന് പറയുന്നത് സൈൻ ടി ആയിരുന്നു, dy എന്ന് പറയുന്നത് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്. അടുത്തത് പ്ലസ് സെഡ് ഡി, പ്ലസ് സെഡ് എന്ന് പറയുന്നത്
ടു കോസ് ടി ആയിരുന്നു, പിന്നെ ഡി എക്സ്. ടു കോസ് ടി ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ്, മൈനസ് സൈൻ ടി. പിന്നെ ഡി ടിയും കൂടി ഉണ്ട് കേട്ടോ, ഇവിടെയും ഡി ടി ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എന്താ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ സൈൻ ടി ഉണ്ട്, ഇവിടെ സൈൻ ടി ഉണ്ട്, ഇവിടെ കോസ് ടി ഉണ്ട്, ഇവിടെ കോസ് ടി ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ആണ് നമുക്ക് വരും. ഇതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 വരും. കേത്ത് കമ്പോണന്റ് ഇല്ല. ഇനി ബാക്കിയുള്ള ഐയും ജെയും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി നോക്കാം. അപ്പോൾ മൈനസും മൈനസും പോസിറ്റീവ്, 2 × 2 എന്ന് പറയുന്നത് 4 വന്നു, സൈൻ ടി കോസ് ടി ഡി ടി എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് പിന്നെ എഴുതാട്ടോ. പിന്നെ മൈനസ് ഉണ്ട്, കോസ് സ്ക്വയർ ടി ഉണ്ട്, ഡി ടി ഉണ്ട്, മൈനസ് ജെ ഇൻറ്റു ഇവിടെ വരുന്ന സമയത്ത് മൈനസ് ഉണ്ട്, 2 × 2 4 ആവും, സൈൻ ടി ഇൻറ്റു സൈൻ ടി സൈൻ സ്ക്വയർ ടി ആവും, മൈനസ് 4 സൈൻ സ്ക്വയർ ടി. പിന്നെ മൈനസും മൈനസും പ്ലസ് ആയി, സൈൻ ടി ഉണ്ട്, കോസ് ടി ഉണ്ട്, പിന്നെ അവർക്ക് കോമൺ ആയിട്ട് ഡി ടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എഫ് ക്രോസ് ഡി ആർ. ഇനി ഇത് ഓവർ സി എഫ് ക്രോസ് ഡി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഓവർ സിയില് നമുക്ക് വേരിയേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ടി വേരിയസ് ഫ്രം 0 to π/2 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാവരെയും ടിയിലേക്ക് കൺവേർട്ട് ചെയ്തല്ലേ. ടി വേരിയസ് ഫ്രം 0 to π/2. ഓക്കെ, π/2 എഫ് ക്രോസ് ഡി ആർ കിട്ടിയത് ഐ ഇൻറ്റു 4 സൈൻ ടി കോസ് ടി മൈനസ് കോസ് സ്ക്വയർ ടി, പിന്നെ മൈനസ് ജെ ഇൻറ്റു മൈനസ് 4 സൈൻ സ്ക്വയർ ടി പ്ലസ് സൈൻ ടി കോസ് ടി ഡി ടി, മൊത്തത്തിലൊരു ഡി ടി. ഇനി ഓരോന്നിൻ്റെ നമുക്ക് ഇൻ്റഗ്രേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഐ ഒക്കെ എടുത്ത് പുറത്തോട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, ബിക്കോസ് ഇവിടെ നമുക്കിപ്പോൾ അതായത് ഫോർമേഷനിലേക്കൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പം ടി വേരീസ് ഫ്രം 0 to π/2 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ടൈയുടെ പോർഷൻ. 4 ഉണ്ട്, സൈൻ ടി കോസ് ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 കോസ് സ്ക്വയർ ടി ഡി ടി. ഓക്കെ, പിന്നെ മൈനസ് ജെ ഇൻറ്റു ഇനി ജെയുടെ ടേംസ് തുടങ്ങുകയാണ്. ഇൻ്റഗ്രേഷൻ 0 to π/2 മൈനസ് 4 സൈൻ സ്ക്വയർ ടി ഡി ടി, പിന്നെ നമുക്ക് പ്ലസ് പ്ലസ് ഇൻ്റഗ്രൽ സൈൻ ടി കോസ് ടി ഡി ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ കൊടുക്കേണ്ടി വരും, മിക്കതിലും ട്രാൻസ്ഫോർമേഷനും കൊടുക്കേണ്ടി വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് തൊട്ടപ്പുറത്ത് വന്നാൽ നമ്മൾ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? സൈൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പം സൈൻ ടി എന്ന് പറയുന്നത് യു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി എന്ന് പറയുന്നത് ഡി യു ആയിരിക്കും. ഇനി ടിയുടെ ലിമിറ്റ് 0 ആൻഡ് ടിയുടെ ലിമിറ്റ് 2π ആണ്. അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് യുടെ ലിമിറ്റ് സൈൻ 0 വിച്ച് ഇസ് 0 ആൻഡ് u is equal to sin 2π which is again 0 എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരിക എന്നറിയോ? 4 times integral 0 to 0. ഓക്കെ, സൈൻ ടി കാണുന്നിടത്ത് യു ആൻഡ് കോസ് ടി ഡി ടി കാണുന്നിടത്ത് നമ്മൾ ഡി യു അപ്ലൈ ചെയ്യും. അയ്യോ സോറി, ഇവിടെ π/2 ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ 0 അല്ല, ഇവിടെ π/2 ആണ്. സൈൻ π/2 which is 1 ആണ് കേട്ടോ. ടി ഈക്വൽ ടു π/2 സൈൻ π/2 which is equal to 1 എന്ന് വരും. യു ഡി യു വന്നു. പിന്നെ അടുത്തതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 നമുക്ക് വന്നിട്ടുള്ളത് എന്താ? കോസ് സ്ക്വയർ ടി ആണ്. അതിൻ്റെ വേറെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ളത് 1 + cos 2t/2 ആണ്. ദെൻ ഡി ടി. ഓക്കെ, അപ്പോൾ ഐയുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൈനസ് ജെ ഇൻറ്റു സ്റ്റാർട്ട് ചെയ്യാം.
ജെയിൽ എന്താ വന്നിരിക്കുന്നത് സൈൻ സ്ക്വയർ ടി ആണ്. അപ്പൊ നമുക്കറിയാലോ എന്താ സൈൻ സ്ക്വയർ ടീനെ ചെയ്യേണ്ടതെന്ന്. അപ്പം ഇന്റഗ്രൽ മൈനസ് ഉണ്ട് 4 ഉണ്ട്. അപ്പൊ അവരൊക്കെ ഞാനത് പുറത്തോട്ട് വയ്ക്കുകയാണ്. 4 തൽക്കാലം ഉള്ളിൽ കിടക്കട്ടെ. ടി വേരീസ് ഫ്രം 0 to π/2 ആണ്. സൈൻ സ്ക്വയർ ടീനെ എങ്ങനെ എഴുതേണ്ടത് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ദെൻ ഒരു ഡി ടി ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സൈൻ ടി കോസ് ടി ഡി ടി ആണ്. അപ്പൊ അഗൈൻ നമ്മൾ ഈ സെയിം കാര്യങ്ങൾ തന്നെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പ്ലസ് ഇന്റഗ്രൽ 0 to 1 സൈൻ ടി കോസ് ടി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഐ ഇൻറ്റു ഐൻ്റെ ടേംസുകൾ നോക്കാം. 4 ഉണ്ട്. യുവിൻ്റെ ഇന്റഗ്രേഷൻ യു സ്ക്വയർ ബൈ 2 ആണ്. യു വേരീസ് ഫ്രം 0 to 1 മൈനസ് ഈ ഹാഫ് എടുത്ത് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 1ൻ്റെ ഇന്റഗ്രേഷൻ ടി ആണ്. പ്ലസ് കോസ് 2tൻ്റെ ഇന്റഗ്രേഷൻ സൈൻ 2t ബൈ 2 ആണ്. ആൻഡ് ടി വേരീസ് ഫ്രം 0 to π/2 ആണ്. ഓക്കെ, പിന്നെ മൈനസ് ജെ ഉണ്ട്. മൈനസ് 4 ഇവിടെ നമ്മൾ ബൈ 2 പുറത്തോട്ട് വെച്ചു. 1ൻ്റെ ഇന്റഗ്രേഷൻ ടി മൈനസ് കോസ് 2tൻ്റെ അഗെയിൻ സൈൻ 2t ഡിവൈഡഡ് ബൈ 2 ആൻഡ് ടി വേരീസ് ഫ്രം 0 to π/2 എന്ന് വരും. പ്ലസ് യുവിൻ്റെ ഇന്റഗ്രേഷൻ യു സ്ക്വയർ ബൈ 2 ആണ്. യു വേരീസ് ഫ്രം 0 to 1. ഓക്കെ, ഇനി ഒന്നുമില്ല, ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാറൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഐ ഇൻറ്റു നമുക്ക് നോക്കാം. ഇവിടെ 2 ഉണ്ട്. യു സ്ക്വയർ യു കാണുന്നിടത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. പിന്നെ മൈനസ് ഹാഫ് ഉണ്ട്. ടി പ്ലസ് അപ്പൊ ആദ്യം ഞാൻ ആ ഒരു വലിയ ക്വാണ്ടിറ്റിക്ക് ടി കാണുന്നിടത്ത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നു. π/2 ആണ് കേട്ടോ. π/2 പ്ലസ് സൈൻ 2 ഇൻറ്റു π/2/2 അങ്ങനല്ലേ വരുന്നത്? അതെ. ഇനി അതിൽ തന്നെ എനിക്ക് ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. സോ മൈനസ് ലോവർ ലിമിറ്റ് 0 പ്ലസ് സൈൻ 2 ഇൻറ്റു 0/2. ഓക്കെ, അപ്പൊ അത്രയും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മൈനസ് ജെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് -2 ആണ്. -2. ഇനി നമുക്ക് ഈ ടി കാണുന്നിടത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യണം. സോ π/2 മൈനസ് സൈൻ 2 ടൈംസ് π/2/2 അപ്പർ ലിമിറ്റ് മൈനസ് ഈ ലോവർ ലിമിറ്റ്. സോ 0 മൈനസ് സൈൻ 2 ഇൻറ്റു 0/2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. പ്ലസ് ഇനി യു സ്ക്വയർ ബൈ 2 ആണ്. യു സ്ക്വയറിൻ്റെ അപ്പർ ലിമിറ്റ് 1 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ബൈ 2 എന്നൊക്കെ വന്നു. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 2 എന്ന് വരും. ഐ ഇൻറ്റു 2 മൈനസ് ഇവിടെ എന്താ വരിക സൈൻ പൈ 0 ആണ് കേട്ടോ. മൊത്തം വാല്യൂ 0 ആയിട്ട് വരും. π/2 കൊണ്ട് ഇവിടെ മൊത്തം 0 ആയിട്ട് വരും. അപ്പോൾ മൈനസ് ഹാഫ് ഇൻറ്റു π/2 വരും. ഓക്കെ, പിന്നെ മൈനസ് ജെ ഉണ്ട്. ഇവിടെ സൈൻ പൈ അഗൈൻ ഇത് 0 ആയി, ഇത് 0 ആയി. പിന്നെ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. അപ്പൊ -2 ഇൻറ്റു π/2 ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ പ്ലസ് ഇവിടുത്തെ 2നെ പറ്റി എനിക്ക് നോക്കണം. ഈ 2 ഇതിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഹാഫ് എന്നായിരിക്കും വരുന്നുണ്ട്. ഇനി ഇത് ഐ ഇൻറ്റു 2 മൈനസ് π/4 മൈനസ് ജെ ഇൻറ്റു ഇത് ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് പൈ പ്ലസ് ഹാഫ്. ഇത്രയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഒന്നും കൂടെ വേണമെങ്കിൽ ഈ 2 മൈനസ് π/4 ആയി ഈ മൈനസ് എടുത്ത് ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഓഫ് മൈനസ് പൈ ഇസ് പ്ലസ് പൈ മൈനസ് ഹാഫ് ഇൻറ്റു ജെ എന്നായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഈ സെക്ഷനിലെ ലാസ്റ്റ് പ്രോബ്ലം ആണിത്. വെക്ടർ
ഫീൽഡ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡൺ എന്ന് പറയുന്നതൊക്കെ സെയിം ആ ഇക്വേഷൻ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ സിയുടെ ഒരു പ്രത്യേകത, സി ഫോം ചെയ്യുന്നത് C1ഉം C2ഉം C3യും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്ലോസ്ഡ് കർവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, അപ്പം അതിൽ C1ൽ എന്താണ് വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് എന്നൊക്കെ ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നാണ് അല്ലേ. അപ്പം എഫ് എന്താണ് തന്നിട്ടുള്ളത്? ആറ് നമ്മൾ സാധാരണ പറഞ്ഞു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഡി ആർ എന്ന് പറയുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ്. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്ത് വെക്ടറാണ്? എക്സ് ഐ മൈനസ് സെഡ് ജെ പ്ലസ് ടു വൈ കെ. എക്സ് ഐ മൈനസ് സെഡ് ജെ പ്ലസ് ടു വൈ കെ ആണ്. ഇത് തമ്മിലുള്ള ഡോട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് സെഡ് ജെ പ്ലസ് ടു വൈ കെ ഡോട്ട് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെ ഡോട്ട് എടുക്കുക? എക്സും ഡി എക്സ്, എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് സെഡും ഡി വൈ മൈനസ് സെഡ് ഡി വൈ ടു വൈയും ഡി സെഡ് പ്ലസ് ടു വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എക്സ് ഡി എക്സ് മൈനസ് സെഡ് ഡി വൈ പ്ലസ് ടു വൈ ഡി സെഡ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്റഗ്രൽ ഓവർ സി കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഇവിടെ ഇന്റഗ്രൽ ഓവർ സി ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്കറിയാം സി 3 സെഗ്മെന്റ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് സെഗ്മെന്റ്, അപ്പം ഓവർ സിയിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഓവർ C1 പ്ലസ് ഓവർ C2 പ്ലസ് ഓവർ C3യിലുള്ള വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓവർ C1ലുള്ള വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഡോട്ട് ഡി ആർ ഓവർ C1 എങ്ങനെയാണ് നമുക്ക് ഓവർ C1 പറഞ്ഞിട്ടുള്ളത്? ഓവർ C1ൽ എക്സിനെയാണ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. സെഡ് 0 ആണ്, വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ നമ്മുടെ ഓവർ C1ൽ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കാം. എക്സ് ഡി എക്സ് മൈനസ് സെഡ് ഡി വൈ പ്ലസ് ടു വൈ ഡി സെഡ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടു വൈ ഡി സെഡ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് വേരിയസ് ഫ്രം 0 to 1, വൈ എന്ന് പറയുന്നത് എക്സ് ആണ്, ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ് ഓൺ C1ൽ കേട്ടോ. അപ്പൊ ഈ C1ൽ ഇന്റഗ്രൽ എക്സ് വേരീസ് ഫ്രം 0 to 1 കിട്ടി. എക്സ് വേരി ചെയ്യുന്ന ആളാണ്, അപ്പൊ അങ്ങനെ തന്നെ കിടക്കട്ടെ. മൈനസ് സെഡ് എന്താണ്? 0 ആണ്, ഡി വൈ പ്ലസ് ടു വൈ ഇൻറ്റു ഈ സെഡ് 0 ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡി സെഡ് എന്തായിരിക്കും? അതും 0 ആയിരിക്കും. 2y ഇൻറ്റു ഡി സെഡ് എന്ന് പറയുന്നത് 0 ആണ്. ഈ ടേം 0 ഈ ടേം 0 ആകെപ്പാടെ നമുക്ക് എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് എക്സ് വേരീസ് ഫ്രം 0 to 1 ആണ്. എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 വേരീസ് ഫ്രം 0 to 1 ആണ്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2. സോ ദിസ് ഇസ് ഹാഫ് എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതുപോലെ തന്നെ C2 ചെയ്ത് കൊടുത്തു വെക്കാം. C2ൽ എന്താണ് നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ളത്? 0 ലെസ് താൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1, സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. അപ്പോൾ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 ആണ്, എക്സ് 1 ആണ്, വൈയും 1 ആണ്. നമുക്ക് ഓവർ C2ൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്, നമ്മൾ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ച് വെച്ചു, ഇതാണ്. അതിലങ്ങ് ഈ C1 C2 C3 അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഡി എക്സ് മൈനസ് സെഡ് ഡി വൈ പ്ലസ് ടു വൈ ഡി സെഡ് ആണ്. എക്സ് 1 ആണെങ്കിൽ അതിന്റെ ഡി എക്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ഡി വൈ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പൊ നമുക്ക് ഇവിടെ ആകെ സെഡ് മാത്രമേ ഉള്ളൂ. സെഡ് വേരീസ് ഫ്രം 0 to 1 ആണ്. എക്സ് എന്താണ്? 1 ആണ്, പക്ഷെ ഡി എക്സ് 0 ആണ്. മൈനസ് സെഡ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് 2 ഇൻറ്റു വൈ എന്താണ്? 1 ആണ്, ഡി സെഡ് ഉണ്ട്, വേരി ചെയ്യുന്ന ആള് നമ്മൾ എഴുതിക്കും. അപ്പൊ ഇത് 0 ആയി, ഇതും 0 ആയി. ഇനി ആകെപ്പാടെ നമുക്കൊരു 2 മാത്രമുണ്ട്. അപ്പം ഇന്റഗ്രൽ ഓവർ സെഡ് ടു ഡി സെഡ്, ടു കോൺസ്റ്റന്റ് ഡി സെഡിന്റെ ഇന്റഗ്രേഷൻ സെഡ് വേരീസ് ഫ്രം 0 to 1, 0 to 1. അപ്പൊ 2 ഇൻറ്റു 1 മൈനസ് സെഡ് വിച്ച് ഇസ് 2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഓവർ C3. C3യിൽ ഇനി എങ്ങനെയാണ് വരുന്നത്?
1 is the same. 0 less than or equal to x less than or equal to 1. ഇതാണ് സാധനം. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതിയാൽ ഇതിൽ 3 പേരും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ എക്സ് വേരീസ് ഫ്രം 0 to 1 ആണ്. എക്സും വൈയും സെഡും ഈക്വൽ ആണ്. അപ്പോൾ എക്സിന് പകരം അല്ല വൈക്ക് പകരം എക്സും സെഡിന് പകരം എക്സും, ഡി വൈക്ക് പകരം വൈയും എക്സ് ആണ്, സെഡും എക്സ് ആണ്. ഡി വൈ എന്ന് പറയുന്നത് ഡി എക്സ് ആയിരിക്കും, ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓവർ C3 എക്സ് വേരീസ് ഫ്രം 0 to 1 ഈ വാല്യൂ തന്നെയാണ് നമുക്ക് വരുന്നുണ്ടാവുക. എക്സ് കാണുന്നിടത്ത് എക്സ് കൊടുക്കും, ഡി എക്സ് കൊടുക്കും, മൈനസ് സെഡ് കാണുന്നിടത്ത് എന്ത് കൊടുക്കും, എക്സ് കൊടുക്കും, ഡി വൈ കാണുന്നിടത്ത് ഡി എക്സ് കൊടുക്കും, പ്ലസ് 2 ടൈംസ് വൈ കാണുന്നിടത്ത് അഗൈൻ എക്സ് കൊടുക്കും, ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് കൊടുക്കും. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ആകെപ്പാടെ വരുന്നത് 2x dx ആണ്. 2x ന്റെ ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 വേരീസ് ഫ്രം 0 to 1. 2 ക്യാൻസൽ, 1 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ വിച്ച് ഇസ് 1. അപ്പൊ നമുക്ക് ഓരോ C1ലും C2ലും C3ലും എന്താണ് വാല്യൂസ് കിട്ടിയത് അത് പിടിച്ച് ആഡ് ചെയ്താൽ മതി എന്നല്ല ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് C1 വർക്ക് ഡൺ വാല്യൂ കിട്ടിയത് നമുക്ക് ഹാഫ് ആണ്, പ്ലസ് സെക്കൻഡ് C2 വാല്യൂ നമുക്ക് കിട്ടിയത് 2 ആണ്, പ്ലസ് C3 നമ്മുടെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് 1 ആണ്. അപ്പൊ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും, 3 പ്ലസ് ഹാഫ് എന്നൊക്കെ വരും. 3 പ്ലസ് ഹാഫ് വർക്ക് ഡൺ, 3 പ്ലസ് ഹാഫ് 6 പ്ലസ് 1 7/2 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇതായിരിക്കും നമ്മുടെ ഓവർ C1 C2 C3 അതായത് ഓവർ സിയിലുള്ള നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. സോറി, ഒരു മിനിറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഓർഡറിന് പ്രിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് 1 ആയിട്ടും ആൻഡ് അപ്പർ ലിമിറ്റ് 0 ആയിട്ടും വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയത് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതുമല്ല, ഇത് C2 ആണ്, ഇത് കറക്റ്റ് ആണ്, 0 to 1 ആണ്. ഇവിടെ വരുന്ന സമയത്ത് എക്സ് വേരീസ് ഫ്രം 1 to 0 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് ഒന്നുകിൽ ലിമിറ്റ് തിരിച്ചിടാം, അപ്പൊ മൈനസ് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. 1 to 0 ആണ്, അപ്പൊ ഇവിടെ 0 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നായിരിക്കും വരിക. അപ്പർ ലിമിറ്റ് 0 ആണ്, ലോവർ ലിമിറ്റ് 1 ആണ്, മൈനസ് 1 എന്ന് വരും. അപ്പൊ മൈനസ് 1 ആയിരുന്നു ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് 2 മൈനസ് 1 പ്ലസ് ഹാഫ് എന്നായിരിക്കും വരിക. ഹാഫ് 2 മൈനസ് 1 പ്ലസ് 1. 1 പ്ലസ് 1/2 is 3/2. 3/2 ആണ് ആൻസർ വരുന്നത് കേട്ടോ, 7/2 അല്ല.